विहाय राधा माधव कुंज विहाय गोपीजन वल्लभा जय गिरिवरधारी जय गिरिवरधारी जय गोपीजन वल्लभा जय गिरिवरधारी जय गिरिवरधारी जय यशोधनन्दन जय व्रजजनरञ्जन जय यशोधनन्दन जय व्रजजनरञ्जन जय यमुनतीरावनचारि जय कुञ्ज बिहारी जय यमुनतीरावनचारि जय कुञ्ज बिहारी जय यमुनतीरावनचारि जय कुंज बिहारी जय यमुनतीरावनचारि जय कुंज बिहारी हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे। जय श्री श्री राधा नील माधव की जय, श्री श्री जगन्नाथ बलदेव सुभद्रा मैया की जय, श्री श्री गौरनिताय की जगत गुरु ऐसी भक्ति वेदांत स्वामी श्रील प्रभुपाद की His Holiness Mahavishnu Goswami Gurudev की अनंत कोटि वैष्णव वृंद की हृदय गौर हरि प्रेम। ओ नमो भगवते वासुदेवाय। ओ नमो भगवते वासुदेवाय। ओ नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। नष्टप्रायेषु अभद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकी। कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यैव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद
श्री अद्वैत गदाधर श्रीवासादि गौरभक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। नमो ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते महाविष्णुदेव स्वामी नामिने नमामि मूर्धन चरणारविन्दे श्री भागवत पदसमेतसे प्रचारणे लोकतारणे श्रील महाविष्णुदेव स्वामी मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं श्री गुरु दीनतारिणं श्री चैतन्यमीश्वरं श्री ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇന്ന് ഗുരുവിൻ്റെയും കൃഷ്ണന്റെയും കൃപയാൽ ശ്രീമദ് ഭാഗവതം ഫസ്റ്റ് കാൻഡോ സെക്കൻഡ് ചാപ്റ്റർ വേഴ്സ് നമ്പർ 21 1-2-21 ശ്ലോകം ചാൻഡ് ചെയ്യാം. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ചിന്ത്യതേ സർവസംശയാഃ ക്ഷീയന്തേ ചാസ്യ കർമാണി ദൃഷ്ടാ ഏവാത്മനീശ്വരേ. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ചിന്ത്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ചാസ്യ കർമാണി ദൃഷ്ട ഏവാത്മനീശ്വരേ. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ചിന്ത്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ചാസ്യ കർമാണി ദൃഷ്ട ഏവാത്മനീശ്വരേ. വേർഡ് മീനിങ്. ഭിന്ദ്യതേ, ഭിദ്യതേ ഭേദിച്ചു, ഹൃദയം ഹൃദയം, ഗ്രന്ഥിഹി കുരുക്കുകൾ, ചിന്ത്യന്തേ ഖണ്ഡങ്ങളായി ഛേദിക്കുക, സർവ സർവ, സംശയാഹ ആശങ്കകൾ, ക്ഷീയന്തേ അവസാനിക്കുന്നു, ച അസ്യ അവന്റെ, കർമാണി കർമ്മഫല ശൃംഖലകൾ, ദൃഷ്ടേ കാണപ്പെടുന്നു, ഏവ നിശ്ചയമായും, ആത്മനി ആത്മാവ് ആത്മാവിന്, ഈശ്വരെ പ്രഭാവത്തോടെ വർത്തിക്കുന്നു, നിയന്ത്രണാധികാരം പുലർത്തുന്നു. വിവർത്തനം ഭാവാർത്ഥം AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ കി ജയ്. അപ്രകാരം ഹൃദയഖണ്ഡങ്ങൾ ഭേദിക്കുകയും സർവ ആശങ്കകളും ഖണ്ഡം ഖണ്ഡമായി ഛേദിക്കപ്പെടുകയും ചെയ്യുന്നു. ആത്മാവിനെ യജമാനനായി ദർശിക്കുമ്പോൾ ഫലങ്ങൾ ഉളവാക്കുന്ന കർമ്മശൃംഖല അവസാനിക്കുന്നു. ഭാവാർത്ഥം. പരമദിവ്യോത്തമ പുരുഷന്റെ ശാസ്ത്രീയമായ ജ്ഞാനം പ്രാപ്തമാക്കുക എന്നാൽ സ്വ ആത്മാവിനെ ഏകകാലത്ത് ദർശിക്കുകയാണെന്ന് അർത്ഥം. ജീവാത്മാവിന്റെ ഐക്യത്തെ ചേതനാത്മകമായി കരുതുമ്പോൾ നിരവധി പ്രകൽപ്പനങ്ങളും ആശങ്കകളും ഉണ്ടാകുന്നു. ചേതനാത്മാവിന്റെ അസ്തിത്വത്തെ ഭൗതികവാദികൾ വിശ്വസിക്കുന്നില്ല. ജീവാത്മാക്കളുടെ വ്യക്തിഗത സ്വരൂപത്തിൽ വിശ്വസിക്കാതെ പരമാത്മാവിൽ വിശ്വസിക്കുന്നു. എന്നാൽ ആത്മാവും പരമാത്മാവും ഗുണപരമായി ഏകവും പരിണാമപരമായി വിഭിന്നവുമായ രണ്ട് വ്യക്തിത്വങ്ങളാണെന്ന് അതീന്ദ്രിയവാദികൾ ഉറപ്പായി അഭിപ്രായപ്പെടുന്നു. ഒട്ടനവധി സിദ്ധാന്തങ്ങൾ ഉണ്ടെങ്കിലും ഭക്തി പ്രക്രിയയിലൂടെ യാഥാർത്ഥ്യമായി ശ്രീകൃഷ്ണനെ സാക്ഷാത്കരിക്കുമ്പോൾ വിഭിന്നങ്ങളായ ഈ സർവദർശനങ്ങളും തൽക്ഷണം ദൂരീകരിക്കപ്പെടും. ശ്രീകൃഷ്ണൻ സൂര്യദേവനെ പോലെയും നിരപേക്ഷ സത്യത്തെക്കുറിച്ചുള്ള ഭൗതിക വീക്ഷണങ്ങൾ കടും അന്ധകാരപൂരിതമായ നിശീധിനിയെ പോലെയും ആകുന്നു. കൃഷ്ണനാകുന്ന സൂര്യൻ ഒരാളുടെ ഹൃദയത്തിൽ ഉദിക്കുമ്പോൾ
കടും അന്ധകാരമാകുന്ന പരമദിവ്യോത്തമ പുരുഷനെയും ജീവാത്മാക്കളെയും സംബന്ധിക്കുന്ന ഭൗതിക വീക്ഷണങ്ങൾ തൽക്ഷണം ദൂരീകരിക്കപ്പെടുന്നു. സൂര്യൻ സന്നിഹിതനായാൽ പിന്നെ അന്ധകാരത്തിന് നിലനിൽപ്പില്ല. അപ്രകാരം കടും അന്ധകാരമാകുന്ന അജ്ഞതയിൽ ഒളിഞ്ഞിരിക്കുന്ന ആപേക്ഷിക സത്യങ്ങൾ ഏവരുടെയും ഹൃദയത്തിൽ പരമാത്മാവായി നിവസിക്കുന്ന ശ്രീകൃഷ്ണ കൃപയാൽ സ്പഷ്ടമാക്കപ്പെടുന്നു. ഹരേ കൃഷ്ണ. ഈ ഭാവാർത്ഥത്തിന്റെ ഈ ഒരു പർപ്പട്ടില്, അതായത് ഒരു ഗുഹ, നല്ല ഇരുണ്ട് മൂടിയ ഒരു ഇരുട്ടടഞ്ഞ ഗുഹയില് എത്രയോ വർഷങ്ങളായി ആ ഗുഹ ഇരുട്ടടഞ്ഞു കിടക്കുവാണ്. ഇരുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പോലും പറ്റില്ല. ചില സമയത്ത് നമ്മൾ റൂമിനകത്തിരിക്കുമ്പോൾ പെട്ടെന്ന് ഇലക്ട്രിസിറ്റി നഷ്ടപ്പെടും. ആ ഇലക്ട്രിസിറ്റി നഷ്ടപ്പെടുമ്പോൾ, കറണ്ട് പോകുമ്പോൾ നമുക്ക് കുറച്ച് സമയത്തേക്ക് ഒന്നും കാണാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ കണ്ണിന്റെ പവർ, നമ്മുടെ റൂമിൽ അടിച്ചിരിക്കുന്ന പെയിന്റിന്റെ കളർ, അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇത് വരാൻ നേരത്ത്, ആ ഒരു കോണ്ടാക്ട് വരാൻ നേരത്ത് ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ പോലും കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും. എന്നാ ഇലക്ട്രിസിറ്റി പെട്ടെന്ന് വരികയാണെങ്കിൽ നമുക്ക് കാര്യങ്ങളെല്ലാം ക്ലിയർ ആവും. ഇതിനേക്കാളും എത്രയോ ഇരുട്ട് അടഞ്ഞു കിടക്കുന്ന ഒരു ഗുഹയിൽ, അതായത് നമുക്ക് ഇനി എത്ര നേരം കണ്ണു തുറന്ന് നോക്കിയാൽ പോലും കാണാൻ പറ്റാത്ത ഗുഹയിൽ പെട്ടെന്ന് ഒരാള് കൊണ്ടുവന്നിട്ട് ഒരു ചെറിയൊരു തീനാളം അല്ലെങ്കിൽ ഒരു ദീപം കാണിക്കുകയാണ്, ഒരു പ്രകാശം കൊണ്ടുവരികയാണ്. ആ പ്രകാശം കൊണ്ടുവരുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു ഇത് അടഞ്ഞങ്ങ് പോകും, പെട്ടെന്നങ്ങ് മാറും. ആ ഒരു അന്ധകാരം പെട്ടെന്നങ്ങ് മാറും. അതായത് നമ്മൾ മഴക്കാലം വരുന്ന സമയത്ത് തന്നെ അറിയാൻ പറ്റും, നമുക്ക് ഈ ഏരിയ കംപ്ലീറ്റും നല്ല ഇരുട്ടടഞ്ഞ് മേഘങ്ങളെല്ലാം ഇതായി നല്ല കാർമേഘം വന്ന് നല്ല ഇരുട്ടടഞ്ഞ് കിടക്കുന്നതാണ്. പക്ഷെ എപ്പോഴാണോ സൂര്യൻ ഉദിക്കുന്നത് ആ സമയത്ത് നമ്മുടെ ആ അന്ധകാരം എല്ലാം മാറിയിട്ട് നല്ല തെളിമയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒരിക്കലും ഇരുട്ടെന്ന് പറയുന്ന ആ ഒരു മീഡിയത്തിന് പറയാൻ പറ്റില്ല, ഞാനാണ് ഈ ഗുഹയിൽ ഇത്രയും വർഷമായിട്ട് താമസിക്കുന്നത്, അതുകൊണ്ട് പ്രകാശം വന്നെന്നും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇരുട്ട് മാറ്റാൻ പോണില്ല എന്ന് പറയാൻ പറ്റില്ല. പ്രകാശം വന്നാൽ ഇരുട്ടിന് മാറിയേ പറ്റുള്ളൂ. പ്രകാശം വന്നാൽ ഇരുട്ടിന് മാറിയേ പറ്റുള്ളൂ. ശ്രീമദ് ഭാഗവതത്തില് 12ാമത്തെ കേന്ദ്രയില് 12:50 ആണ് തോന്നുന്നു, ആ ശ്ലോകത്തിൽ പറയും, ഇത് യഥാ തമോ അർക്ക എന്ന് പറഞ്ഞിട്ട് ആ ശ്ലോകത്തിന്റെ ലാസ്റ്റ് ലൈനിൽ പറയും. നമ്മൾ എല്ലാ സമയത്തും നമ്മളത് പാടുന്ന ഒരു ശ്ലോകമാണ്. ഒരു മിനിറ്റ്. സോറി, 12:48 എന്ന് പറയുന്ന ശ്ലോകത്തിലാണ്, സങ്കീർത്യമാനോ ഭഗവാനന്ദഃ ശ്രുതാനുഭാവോ വ്യസനം ഹി പുംസാം പ്രവേശ്യ ചിത്തം വിദുനോത്യശേഷം യഥാ തമോ അർക്കഭ്രമിവാദിവാദഃ. When people properly glorify the Supreme Personality of Godhead or simply hear about His power, the Lord personally enters their heart and cleanses away every trance of misfortune, just as the sun removes the darkness or as a powerful wind drives away the clouds. അതായത് എപ്പോഴാണോ സൂര്യൻ ഉദിക്കുന്നത് ആ സമയത്ത് കാർമേഘങ്ങളെല്ലാം മാറി നല്ല തെളിഞ്ഞ ആകാശം നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ ഉദിക്കുമ്പോൾ സങ്കീർത്യമാനോ ഭഗവാൻ അനന്തഃ, അനന്തമായ ഭഗവാന്റെ സങ്കീർത്തനം അല്ലെങ്കിൽ ഭഗവാന്റെ ഡിവോഷണൽ സർവീസ് ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ, നമ്മളിപ്പോ ചെയ്യുന്ന വെളിയിലാണ് ചെയ്യുന്നത്, നമ്മുടെ ഹൃദയത്തിൽ ഡിവോഷണൽ സർവീസ് ഇതുവരെ ചെയ്തിട്ടില്ല. ആ ഹൃദയത്തിൽ ഡിവോഷണൽ സർവീസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒളിഞ്ഞു കിടക്കുന്ന എല്ലാ അന്ധകാരങ്ങളും മാറി അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും എന്നാണ് പറയുന്നത്. പർപ്പട്ടിന്റെ 2ാമത്തെ പാരഗ്രാഫ്,
ഭഗവത് ഭക്തരോടുള്ള സവിശേഷ അനുകമ്പ പ്രകടമാക്കാൻ ഹൃദ്യസ്ഥനായിട്ട് ഭക്തരുടെ അജ്ഞാനജന്യമായ തമസിനെ ഭഗവാൻ സ്വയം അകറ്റുന്നുവെന്ന് ഭഗവത്ഗീത 10:11 അതിൽ പറയും, അദ്ദേഹം അരുളി ചെയ്യുന്നു. ആകയാൽ ഭഗവത് ഭക്തന്റെ ഹൃദയത്തെ പ്രകാശമാനമാക്കേണ്ട കർത്തവ്യം ഭഗവാൻ സ്വയം ഏറ്റെടുത്തിരിക്കുകയാൽ ഭഗവാന്റെ അതീന്ദ്രിയ പ്രേമയുധ സേവനത്തിൽ നിരതനാകുന്ന ഒരു ഭഗവത് ഭക്തൻ നിശ്ചയമായും അജ്ഞാനജന്യമായ തമസിൽ തുടരുകയില്ല. പരിപൂർണതയെയും ആപേക്ഷിക സത്യങ്ങളായ സർവ്വതിനെയും കുറിച്ചറിയാൻ ഭക്തന് കഴിയുന്നു. പരമദിവ്യോത്തമ പുരുഷനാൽ പ്രബുദ്ധമാക്കപ്പെടുകയാൽ ഭക്തന്റെ ജ്ഞാനം നിശ്ചയമായും പൂർണ്ണമാകുന്നു. ആകയാൽ ഭക്തൻ അന്ധകാരത്തിൽ സ്ഥിതി ചെയ്യുന്നില്ല. പരിമിതങ്ങളായ സ്വന്തം സമീപന മാർഗങ്ങളിലൂടെ നിരപേക്ഷ സത്യത്തെക്കുറിച്ച് വീക്ഷണം നടത്തുന്നവരുടെ കാര്യമല്ല ഇവിടെ പ്രസ്താവിക്കുന്നത്. കുറ്റമറ്റ ജ്ഞാനത്തെ സേവന സമർപ്പണത്തിലൂടെ ഉത്തമ വിശ്വാസ്യ യോഗ്യനായ വിനയാന്വിത ശ്രോതാവിന് പ്രാമാണികരിൽ നിന്നും പകർന്നു നൽകപ്പെട്ട ആനുമാനിക ജ്ഞാനം എന്ന് അഭിസംബോധന ചെയ്യുന്നു. പരമോന്നതന്റെ അധികാരത്തെ ചോദ്യം ചെയ്യാതെ ഭഗവാനെ മനസ്സിലാക്കണം. ഭഗവാന്റെ മായാശക്തിക്ക് വിധേയനും നിസാരനുമായ നിഷേധ ആത്മാവിന് പ്രത്യക്ഷനാകാതെ ഇരിക്കാനുള്ള അവകാശം ഭഗവാനുണ്ട്. ഭക്തർ വിനയാന്വിതരാകയാൽ അതീന്ദ്രിയ വിജ്ഞാനം പരമദിവ്യോത്തമ പുരുഷനിൽ നിന്ന് ബ്രഹ്മാവിലേക്കും ബ്രഹ്മാവിൽ നിന്നും അദ്ദേഹത്തിന്റെ പുത്രന്മാർക്കും ശിഷ്യന്മാർക്കും തുടർച്ചയായി പകർന്നു നൽകപ്പെടുന്നു. ഈ പ്രക്രിയ ഭക്തരുടെ ഹൃദയസ്ഥനായ പരമദിവ്യോത്തമ പുരുഷനാൽ പിന്തുണയ്ക്കപ്പെടുന്നു. അതീന്ദ്രിയ ജ്ഞാനാഭ്യാസനത്തിനുള്ള ഉചിതമായ മാർഗം ഇതാണ്. നമ്മൾ എപ്പോഴും ഡിസൈപ്ലിക് സബ്സെക്ഷനിൽ തന്നെ ആയിരിക്കും. നമ്മൾ ഒരിക്കലും ഒരു അപസമ്പ്രദായത്തിൽ ചെന്ന് പെടുകയോ അതല്ല എങ്കിൽ നമ്മൾക്ക് തോന്നിയതുപോലെ നമ്മൾ ഡിവോഷണൽ സർവീസ് ചെയ്യുകയോ ചെയ്യാൻ പാടില്ല. ശാസ്ത്രത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ചെയ്യണമെന്നാണ്. തസ്മാത് ശാസ്ത്രം പ്രമാണത്തെ. ശാസ്ത്രത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് തന്നെ ചെയ്യണം. അങ്ങനെ തന്നെയാണ്. ഇപ്പൊ രാവിലെ ഒരു ടെമ്പിളിലാണെങ്കിൽ രാവിലെ 4:30 മംഗളാരതി ആണെങ്കിൽ രാവിലെ 4:30 അത് പ്രോപ്പർ മംഗളാരതി ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഗുരുപൂജ, അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മുടെ ദർശനാരതി, തുളസി ആരതി, നരസിംഹാരതി, അതെല്ലാം ഒരു പ്രോപ്പർ വേയിലാണ് പോകുന്നത്. അത് ശ്രീല പ്രഭുപാദ് ആ ഒരു സിസ്റ്റം ചെയ്തു വെച്ചിട്ടുണ്ട്. ആ സിസ്റ്റത്തിനെ നമ്മൾ കറക്റ്റാ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ വന്നിട്ട്, അതായത് ഈ പ്രക്രിയ ഭക്തരുടെ ഹൃദയസ്ഥനായ പരമദിവ്യോത്തമ പുരുഷനാൽ പിന്തുണയ്ക്കപ്പെടുന്നു. അത് നമുക്ക് ഒരുപാട് ഭഗവാൻ തന്നെ നമ്മുടെ ഉള്ളിൽ വന്നിരുന്നിട്ട് ഇന്ന കാര്യം ചെയ്യും, ഇന്ന കാര്യം ചെയ്യും, ഇന്ന കാര്യം ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു തരും. ശ്രീമദ് ഭഗവത്ഗീത 10ാമത്തെ അധ്യായത്തില് ഇതില് 10:11 തേഷാം സതതയുക്താന ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തതേ. ഒന്ന് തേഷാം സതതയുക്താനം. സതതയുക്താനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് എനി ഗ്യാപ്പ്, അത് ഒരു കാരണം പോലും, ഒരു കാരണത്താലും ഒരു തടസ്സം പോലും ഇല്ലാതെ ഭജതാം പ്രീതിപൂർവകം. ആ പ്രീതിപൂർവകം എന്ന് പറയുന്ന വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു ഡിവോഷണൽ സർവീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നാമം ജപിക്കുമ്പോൾ അത് പ്രീതിപൂർവകമായിരിക്കും. ഒന്നാമത്തെ കാര്യം. നമ്മൾ സമയം ഇതാക്കി കളയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ 24 hours 2 മണിക്കൂർ ജപിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഈ 2 മണിക്കൂർ ഞാൻ അതിനെ എന്താണ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അതിനെ ചെയ്യുകയാണ്, പെട്ടെന്ന് 2 മണിക്കൂർ ആവണം, അത് ചെയ്യാൻ പാടില്ല. രണ്ടാമത് നമ്മൾ ഭഗവാൻ പ്രസാദം ഓഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഭഗവാൻ പ്രസാദം, അതും പ്രീതിപൂർവകം. അതാ ഭഗവാൻ പറയുന്നത് ഭജതാം പ്രീതിപൂർവകം. ഈ എപ്പോഴാണോ നമ്മൾ പ്രീതിപൂർവകം ഡിവോഷണൽ സർവീസ് ചെയ്യണത്, അപ്പൊ വന്നിട്ട് മൂന്നാമത്തെ വേർഡ് ദദാമി ബുദ്ധിയോഗം തം. ഭഗവാൻ വന്നിട്ട് നമുക്ക് ഉള്ള ആവശ്യത്തിനുള്ള ബുദ്ധി നമുക്ക് തരും. ഏനമാം ഉപയാന്തതേ. എന്നിലേക്ക് വരാനുള്ള ആ ബുദ്ധി ഭഗവാൻ കൃഷ്ണൻ നമുക്ക് തരുന്നതാണ്. അതായത് ശിഷ്യന്മാർക്കും തുടർച്ചയായി പകർന്നു നൽകപ്പെടുന്നു. ഈ പ്രക്രിയ ഭക്തരുടെ ഹൃദയസ്ഥനായ പരമദിവ്യോത്തമ പുരുഷനാൽ പിന്തുണയ്ക്കപ്പെടുന്നു. ഭഗവാൻ വന്നിട്ട് നമ്മളെ ഫ്ലറിഷ് ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോഴും നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞാല് നമുക്ക് നമ്മുടെ ശരീരത്തിനെ കാണാൻ മാത്രമേ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ണുകൊണ്ട് വെളിയിലുള്ള കാര്യങ്ങളെല്ലാം കാണാനേ പറ്റുള്ളൂ. നമ്മുടെ ഉള്ളിലുള്ള സംഭവങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റണില്ല. നമ്മുടെ ആത്മാവിനെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റണില്ല, പരമാത്മാവിനെ ശരിക്കും മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു.
ഈ ശ്ലോകത്തില് ശ്രീല പ്രഭുപാദ് വന്നിട്ട് ഒരു 2 ഇമ്പോർട്ടന്റ് വേർഡ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വന്നിട്ട് കോൺസ്റ്റന്റ് റിമെമ്പറൻസ്. അതായത് ശ്രീമദ് ഭാഗവതം 1:2:15 കർമ്മഗ്രന്ഥി എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ശ്ലോകത്തില് 1:2:20 എന്ന് പറയുന്ന ഈ ശ്ലോകത്തില് ഹൃദയഗ്രന്ഥി എന്നും പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ശ്രീല പ്രഭുപാദ് അങ്ങനെ ഈ 2 വേർഡ് ഇതായിട്ട് പറഞ്ഞിരിക്കുന്നത്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഗ്രന്ഥി എന്ന് പറഞ്ഞാല് ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഗ്രന്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുക്കുകൾ എന്നർത്ഥം. അതായത് നമ്മള് ഇനി അടുത്ത് വരാൻ പോകുന്ന കുറച്ച് 2-3 രഥയാത്രകളുണ്ട്. ആ രഥയാത്രയില് ഭഗവാന്റെ രഥം വലിക്കാനായിട്ട് കെട്ടിയിരിക്കുന്ന വലിയ കയറുണ്ട്. അത് ഏകദേശം ഒരു നമ്മുടെ 2 കൈ അടുപ്പിച്ച് വെച്ചാൽ അത്രയും വണ്ണം ഉണ്ടാവും അതിന്. ആ വടത്തിലാണ് നമ്മൾ കുരുക്ക് ഇടണമെങ്കിൽ ആദ്യം ഇട്ട കുരുക്ക് ഏതാണെന്നും ആ കുരുക്കിനെ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് പറ്റും. അതിനെ ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്റർനൈറ്റിംഗ് നോട്ട് എന്നാണ്. ഇന്റർനൈറ്റിംഗ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മള് മെഷീനിൽ ഉപയോഗിക്കുന്ന നൂല്, നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന നൂലില് ഒരുപാട് കുരുക്കുകൾ നമ്മളിങ്ങനെ കെട്ടി ഇടയണമെങ്കിൽ അതിൽ ആദ്യം ഇട്ട കുരുക്ക് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതിനെ ഈസി ആയിട്ട് നമുക്ക് അതിനെ അഴിച്ചെടുക്കാനായിട്ട് പറ്റില്ല. അതാ നോട്ട് എന്ന് പറയുന്നത്. ഇത് കാർമിക് റിയാക്ഷൻസുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. The moment we get touch with the material thoughts and its subsequent action, the interniting knot gets formed. എപ്പോഴാണോ നമുക്ക് ഒരു മെറ്റീരിയൽ തോട്ട്സ് വരണത്, ആ സമയത്ത് ഈ കുരുക്കുകളെല്ലാം ഫോം ആവും എന്ന് പറഞ്ഞാല്, നമ്മളിപ്പോ എവിടെയെങ്കിലും ഒരു തീർത്ഥയാത്രയ്ക്ക് പോവാനായിട്ട് ഒരുങ്ങുകയാണ്. ആ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ കാണുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പാർക്കോ ഒരു അമ്യൂസ്മെന്റ് പാർക്കോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ ഭൗതികമായിട്ടുള്ള, അതായത് ഭക്തിയെ ഇല്ലാത്ത ഒരു സംഭവം നമ്മൾ കാണണമെന്ന് വെച്ചു, നമുക്ക് അവിടെ കയറി പോകണം എന്ന് ചെറിയൊരു ആഗ്രഹം ഉണ്ടാവും. അതായത് ഇതാണ് മെറ്റീരിയൽ ടച്ച്. അത് നമ്മുടെ ദൂരെയൊന്നുമല്ല, ഒരു 10 കിലോമീറ്റർ പോയി നമ്മൾ ഭൗതികമായിട്ടുള്ള ആഗ്രഹത്തിനെ പോയി ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ല ഇവിടെ പറയുന്നത്. അതായത് the moment we get touch with the material thoughts and its subsequent action and the interniting knot gets formed. നമുക്ക് ചെറിയ ഒരു സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ നമ്മുടെ ഹൃദയത്തിൽ തോന്നിയാലും ഇത് ഇന്റർനൈറ്റിംഗ് നോട്ട്, അതായത് നമ്മള് ഭക്തിയുത ഭഗവത് സേവനം രാവിലെ മുതൽ ചെയ്ത് ഭാഗവതം ഭഗവത്ഗീത പഠിച്ചതെല്ലാം ചെയ്ത് നമ്മുടെ ഓരോ നോട്ടായിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് ഒരു മെറ്റീരിയൽ അഫെക്ഷൻ തോന്നാൻ നേരത്തെ എന്ത് സംഭവിക്കും? പെട്ടെന്ന് ഇതെല്ലാം കയറി ടൈറ്റ് ആവും. ബെസ്റ്റ് എക്സാമ്പിൾ വന്നിട്ട് ജഡഭരത മഹാരാജ് അല്ല, ഭരത മഹാരാജ്. അദ്ദേഹം ഡിവോഷണൽ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വീട് കൊട്ടാരം ഇതെല്ലാം ഉപേക്ഷിച്ച് നേരെ കാട്ടിൽ വന്നപ്പോ ചെറുതായിട്ട് ആ മാനില് ചെറിയൊരു അഫെക്ഷൻ തോന്നിയപ്പോ ഗ്രാജുവലി അദ്ദേഹത്തിന്റെ ഡിവോഷണൽ സർവീസ് എല്ലാം ബ്രേക്ക് ആയി. അതിനെ വന്നിട്ട് ഇതിൽ പറയും ഒരു വേർഡ് ഉണ്ട്, അതായത് നമുക്കറിയാം വില്ലിംഗ്ലി നെഗ്ലിജൻസ്. നമുക്കറിയാം ഡിവോഷണൽ സർവീസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആവില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇല്ലെങ്കിൽ നിങ്ങൾ ശ്രമിച്ചു നോക്കിയാൽ മതി. 10 ദിവസം നാമം ജപിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ഹാർട്ടില്, നമ്മുടെ ഹൃദയത്തിൽ എന്തോ ഒരു സംഭവം മിസ്സിംഗ് ആണ്. നമ്മൾ എങ്ങനെയെങ്കിലും ചാൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും. നമ്മൾ 10 ദിവസം ഭാഗവതം വായിച്ചില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു മിസ്സിംഗ് നമുക്ക് ഫീൽ ചെയ്യും. ഭഗവത്ഗീത നമ്മൾ എല്ലാ ദിവസവും വായിച്ചില്ലെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും എന്തെങ്കിലും ഫീൽ ചെയ്യും. ഒരു ദിവസം ഇന്നലെ തന്നെ ഭഗവാനെ ദർശനമില്ല, പക്ഷെ എത്ര പേർക്ക് അത് ഫീൽ ചെയ്തു? ഹരേ കൃഷ്ണ. ഇന്നലെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഭഗവാന് ദർശനം കിട്ടില്ല, കാരണം എല്ലാവർക്കും ഭഗവാൻ വന്നിട്ട് ഓഫറിങ് താമസിച്ചതുകൊണ്ട് അദ്ദേഹം അത് ക്ലോസ് ചെയ്തു. പക്ഷെ എത്ര പേർക്ക് ഭഗവാനെ കണ്ടില്ല എന്നുള്ള ആ ഒരു എന്താണ് ഒരു ഫീലിംഗ്, ഒരു മിസ് ഫീലിംഗ് എത്ര പേർക്കുണ്ടായി? ആർക്കും ഉണ്ടായില്ല? ഹരേ കൃഷ്ണ പ്രഭു, എനിക്കുണ്ടായി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. നമുക്ക് ആ ഒരു ഫീലിംഗ് വരണം. അതായത് ഒരു ദിവസം നമ്മൾ ചാൻഡിങ് മിസ് ചെയ്താ നാളത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ അത് മാറ്റി വെക്കും. അത് ചെയ്യാനേ പാടില്ല.
നമ്മൾ അത് ചെയ്യാനേ പാടില്ല, നാളത്തേക്ക് വേണ്ടിയിട്ട് അത് ചെയ്യാനേ പാടില്ല. പക്ഷേ ഒരു ദിവസം നമ്മൾ ചാൻഡിങ് ചെയ്തില്ല, നമ്മൾ മാല എടുത്തില്ല എങ്കിൽ നമുക്ക് വിഷമം തോന്നണം. അടുത്ത ജയന്ത മഹാലക്ഷ്മി ദേവിദാസ് മാതാജിക്ക് ഫീൽ ചെയ്യും, ബാക്കിയുള്ളവർക്ക് ആർക്കും ഫീൽ ചെയ്തില്ലെന്ന് തോന്നണം. ഓക്കെ. അടുത്തത് ഒരു ദിവസം നമ്മൾ ഭാഗവതത്തിനെ മിസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് മിസ്സാവണം തോന്നണം, നമുക്ക് ആ ഫീലിംഗ് തോന്നണം. എങ്ങനെയാണോ രണ്ട് ലവേഴ്സ് തമ്മിൽ കാണാതിരിക്കുമ്പോൾ അവർക്ക് കാണാനുള്ള ആ ഒരു അട്രാക്ഷൻ, ആ ഒരു ഇത് തോന്നുന്നത്, അതിന്റെ എത്രയോ 10,000 ഇരട്ടി ആ ഒരു മിസ് ഫീലിംഗ് നമുക്ക് തോന്നണം, നമുക്ക് മിസ്സിങ് തോന്നണം കൃഷ്ണനെ, നമുക്ക് ഭഗവാനെ കണ്ടില്ലെങ്കിൽ, ചാൻഡിങ് ചെയ്തില്ലെങ്കിൽ. അങ്ങനെ വന്നിട്ട് പ്രഭുപാദ് കോൺസ്റ്റന്റ് റിമെമ്പറൻസ് ആൻഡ് കോൺസ്റ്റന്റ് അസോസിയേഷൻ എന്ന് പറയും. കോൺസ്റ്റന്റ് റിമെമ്പറൻസ്, ഫസ്റ്റ് നമ്മുടെ റിമെമ്പറൻസ് വന്നിട്ട് കോൺസ്റ്റന്റ് ആയിരിക്കണം. നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ നേരത്ത് വേറെ ഒന്നിലും പോയി അഫക്റ്റ് ആവാൻ പാടില്ല, നമ്മുടെ മൈൻഡ് പോയി വേറെ ഒരിടത്ത് അഫക്റ്റ് ആവാൻ പാടില്ല. എല്ലായിടത്തും നീ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണം, നമ്മൾ 24 മണിക്കൂറുണ്ട്, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ജപിച്ച് തീർത്താൽ മതി, ഇപ്പൊ നമുക്ക് പോയി ഐസ്ക്രീം കുടിക്കാം എന്ന് നമുക്ക് മൈൻഡ് ഇൻസ്ട്രക്ഷൻ തരും. അതിൽ പോയി അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അതാ കർമ്മഗ്രന്ഥി നിബന്ധനം മീൻസ് ഇന്റർനൈറ്റിംഗ് നോട്ട്, ഇറ്റ് ഈസ് വെരി സ്ട്രോങ്. നമ്മുടെ ഈ കെട്ടുപാടുകൾ, ഈ കെട്ടിയിട്ടയ്ക്കുന്ന കുരുക്കുകൾ വന്നിട്ട് ഭയങ്കര സ്ട്രോങ് ആണ്. ഇന്റർനൈറ്റിംഗ് നോട്ട് വന്നിട്ട് ഭയങ്കര സ്ട്രോങ് ആണ്. അതിന് നമുക്ക് കുറച്ച് ആഹാരം കൊടുത്താൽ മതി. നമ്മള് കൃഷ്ണഭക്തിയിൽ വരുന്നതിന് മുമ്പ് നമ്മൾ ലോവർ ടേസ്റ്റിലായിരുന്നു, അതിന് നമ്മൾ ഹയർ ടേസ്റ്റ് ആയിട്ടാണ് വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കൃഷ്ണഭക്തിയിൽ വന്നതിന് ശേഷം നമുക്ക് ഹയർ ടേസ്റ്റ് കിട്ടി എന്നാ അതിനർത്ഥം ലോവർ ടേസ്റ്റ് പോയെന്നല്ല അതിനർത്ഥം. ലോവർ ടേസ്റ്റ് അവിടെ തന്നെ ഉണ്ട്. ഏത് സമയത്താണോ വി ഗെറ്റ് എന്താണ് ദ മൂമെന്റ് വി ഗെറ്റ് ഇൻ ടച്ച് വിത്ത് മെറ്റീരിയൽ തോട്ട്സ്, എപ്പോഴാണോ നമുക്ക് ആ ഒരു മെറ്റീരിയൽ തോട്ട്സ് ആ ഒരു മൊമെന്റിൽ തോന്നുന്നത്, ആ തോന്നുന്ന സമയത്ത് ഇതെല്ലാം കൂടെ പെട്ടെന്ന് ഈ ഹയർ ടേസ്റ്റിനെ വിഴുങ്ങാനായിട്ട് ഇതെല്ലാം കൂടെ കയറി ഈ ലോവർ ടേസ്റ്റ് പെട്ടെന്ന് കയറി. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കോൺസ്റ്റന്റ് റിമെമ്പറൻസ്. കോൺസ്റ്റന്റ് റിമെമ്പറൻസ് എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന നല്ലതോ ചീത്തയാകുന്ന കാര്യങ്ങൾ, നമുക്കുണ്ടാകുന്ന സുഖം ദുഃഖം, എല്ലാ കാര്യങ്ങളിലും ഭഗവാനെ വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അത് മഹാരാജ് പറയും, എവറിത്തിങ് ഈസ് ഇൻ ഹാൻഡ്സ് ഓഫ് കൃഷ്ണ. എല്ലാ കാര്യങ്ങളിലും ഭഗവാന്റെ കൈകൾ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കും. ഇതാണ് കോൺസ്റ്റന്റ് റിമെമ്പറൻസ്. രണ്ടാമത്തെ ഇത് വന്നിട്ട് കോൺസ്റ്റന്റ് അസോസിയേഷൻ. നമ്മുടെ അസോസിയേഷനിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഭാഗവതം, ഭഗവത്ഗീത, ചാൻഡിങ്, പിന്നെ എന്താണ് ഡിവോഷണൽ സർവീസ്, ഇതെല്ലാം വളരെ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് നടക്കുന്നുണ്ടോ ഈ അസോസിയേഷനിലൂടെ? അല്ല എങ്കിൽ നമ്മൾ ആ അസോസിയേഷൻ വിട്ടിട്ട് നല്ല അസോസിയേഷൻ എടുക്കണം. കോൺസ്റ്റന്റ് അസോസിയേഷൻ, അത് ജയ് ജഗന്നാഥ് ബലദേവ് സുഭദ്ര മയ്യ കി ജയ്, അതാ വന്നിട്ട് കോൺസ്റ്റന്റ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നാമം ജപിക്കാനായിട്ട് ടേസ്റ്റ് ഇല്ല എങ്കിൽ ആരാണോ നല്ല രീതിയിൽ നാമം ജപിക്കുന്നത് അവരുടെ അസോസിയേഷൻ എടുക്കും. നമ്മൾക്ക് ഭാഗവതം ഭഗവത്ഗീത പഠിച്ച് നോട്ട് എഴുതി പഠിച്ച് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ടുള്ള നമുക്ക് ആ ഒരു വ്യഗ്രതയുണ്ട്. പക്ഷെ നമുക്ക് നടക്കണില്ല എങ്കിൽ കോൺസ്റ്റന്റ് അസോസിയേഷൻ എടുക്കണം. അതാരാണോ നല്ല രീതിയിൽ ചെയ്യുന്നത് അവരുമായിട്ട് പോയി കോൺസ്റ്റന്റ് അസോസിയേഷൻ എടുക്കണം. അടുത്ത ഡിവോഷണൽ സർവീസ് ചെയ്യാൻ നേരത്ത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ ഒരു അസോസിയേഷനിലൂടെ ഇതെല്ലാം തുറന്ന് പറഞ്ഞ് നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ കാര്യങ്ങളും, മലിനമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കട്ട് ചെയ്യണമെന്നാണ് ശ്രീമദ് ഭാഗവതം ഇവിടെ പറയുന്നത്. അതായത് നമ്മളിപ്പോ ഒരേ ഗുരുവിന്റെ ശിഷ്യന്മാരായിരിക്കാം, എന്നാൽ ആ ശിഷ്യന്മാർക്ക് ഓരോരുത്തരും ഓരോ ലെവലാണ്. ചിലർ ഹൈ ലെവലിൽ നിൽക്കും, ചിലർ ലോ ലെവലാണ്, ചിലർ വീണ്ടും കുറച്ചും കൂടെ ഒരു മിഡിൽ അങ്ങനെ നിൽക്കും. എന്തുകൊണ്ട് അങ്ങനെ ആവുന്നെന്ന് വെച്ചാല്, എപ്പോഴാണോ നമ്മൾ ഗുരുവിന്റെ അടുത്ത് 100% ഓപ്പൺ ആവണത്, അപ്പോഴും മാത്രമേ ഗുരുവിന്റെ 100% മെർസി നമുക്ക് കിട്ടുള്ളൂ. എപ്പോഴാണോ നമ്മൾ ഗുരുവിന്റെ അടുത്ത് 70% ഇതാവണത്, 70% ഓപ്പൺ ആവണത്, നമുക്ക് 70% മാത്രമേ കിട്ടൂ. നമ്മൾ എപ്പോഴും 100% ഓപ്പൺ ആയിരിക്കും. ആ 100% ഓപ്പൺ ആയാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഇന്റർനൈറ്റിംഗ് നോട്ട്സിനെ എല്ലാം നമുക്ക് പിരിച്ച് എടുക്കാൻ പറ്റുള്ളൂ. The moment we get in touch with the material thoughts and its subsequent action, the internating knots gets formed.
The knot gets formed one over the so closely and it becomes so complicated. We don't know which one is the first knot or uh, action and which one is the easiest to remove. നമുക്കറിയില്ല, ഇത് ഭയങ്കര ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ക്ലോസ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്കിതിൽ ഏതാണ് ആദ്യത്തേതെന്നും ഏതിനെയാണ് നമ്മൾ ഈസി ആയിട്ട് അഴിച്ചെടുക്കുക എന്ന് നമുക്ക് പറ്റില്ല. ഇതാണ് കാർമിക് റിയാക്ഷൻ. ഈ കാർമിക് റിയാക്ഷൻ നമുക്ക് ഇല്ലാതാക്കണമെങ്കിൽ, മഹാരാജ് ഒരു സ്റ്റോറിയിൽ പറയും, അതെനിക്ക് കാൽസക്കർ പ്രഭു പറഞ്ഞു തന്നതാണ്. അതായത് നമ്മുടെ കാർമിക് റിയാക്ഷൻസ് അവസാനിപ്പിക്കണമെങ്കിൽ ശ്രീമദ് ഭാഗവതം 6:17 ശ്രീല പ്രഭുപാദ് പർപ്പട്ടിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ചിത്രകേതു മഹാരാജ് ഒരു ദിവസം അദ്ദേഹം ആകാശമാർഗം സഞ്ചരിക്കുന്ന സമയത്ത്, ചിത്രകേതു മഹാരാജ് അദ്ദേഹം ശിവഭഗവാന്റെ അതേ പൊസിഷനിലുള്ള ഒരു രാജാവാണ്. അദ്ദേഹം ആകാശമാർഗം സഞ്ചരിക്കുന്ന സമയത്ത് ശിവഭഗവാനും പാർവതി ദേവിയും കൂടെ കൈലാസത്തിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർവതി ദേവി ശിവഭഗവാന്റെ ഇടത് തുടയിലാണ്, അദ്ദേഹത്തിന് മടിയിലാണ് ഇരുന്നത്. അപ്പൊ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഇദ്ദേഹം ആകാശമാർഗത്തിലൂടെ വെച്ച് തന്നെ ഇങ്ങനെ ഇത് പറയും, ഇങ്ങനെ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് കളിയാക്കുന്ന സമയത്ത് പാർവതി ദേവിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ദേഷ്യം വന്ന ഉടനെ പാർവതി ദേവി ശപിക്കും, നീ ഒരു അസുരനായിട്ട് ജനിക്കട്ടെ എന്ന് പറയും. ആ അസുരനാണ് അടുത്ത ജന്മം വൃത്രാസുര ആയിട്ട് വരുന്നത്. അങ്ങനെ ശപിക്കാൻ നേരത്ത് ചിത്രകേതു മഹാരാജ് താഴെ വന്നിട്ട് ഒരു പോയിന്റ് പറയും, അമ്മയുടെ വാക്കുകൾ ഒരിക്കലും പാഴായി പോവാനായിട്ട് ഞാൻ അനുവദിക്കില്ല, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അടുത്ത വീട്ടിലുള്ള ആയില്യ നക്ഷത്രക്കാരനാണെന്ന് വിചാരിക്കരുത്. ഈ പ്രശ്നത്തിനെല്ലാത്തിനും കാരണം നമ്മൾ തന്നെയാണ്. അത് ഭാഗവതത്തിലും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നായം ജനോമേ സുഖദുഃഖ ഹേതു നദേവദാത്മാ ഗ്രഹ കർമ്മകാല മനഃ പരം കാരണമാമനന്തി സംസാര ചക്രം പരിവർത്തയേ. നായം ജനോമേ സുഖദുഃഖ ഹേതു. ഈ കാണുന്ന ജനങ്ങളോ മനുഷ്യരോ കൊച്ചുകുട്ടികളോ അപ്പൂപ്പന്മാരോ അമ്മമ്മയോ ആരുമല്ല എന്റെ സുഖത്തിനും ദുഃഖത്തിനും കാരണം. നദേവദാത്മാ ഗ്രഹ കർമ്മകാല. അതായത് ഈ കാണുന്ന ആത്മാക്കളോ ദൈവങ്ങളോ ദേവന്മാരോ ആരുമല്ല എന്റെ സുഖത്തിനും ദുഃഖത്തിനും കാരണം. മനഃ പരം കാരണമാമനന്തി. മനസ്സാണ് നമ്മുടെ എല്ലാ പ്രശ്നത്തിനും കാരണം. സോ എത്ര പവർഫുൾ ആണെന്ന് നോക്ക്. നമ്മൾ വെറുതെ ജോത്സ്യന്റെ അടുത്ത് പോയി അപ്പുറത്തെ വീട്ടിൽ ഒരാള് ഇങ്ങനെ ആയിരുന്നു, അദ്ദേഹത്തിന്റെ ദൃഷ്ടി നമ്മുടെ വീട്ടിൽ പതിയുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം ചെയ്യും. വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കർമ്മത്തിനും നമ്മുടെ കർമ്മദോഷത്തിനും നമ്മുടെ കാർമിക് റിയാക്ഷൻസിനും കാരണം ഒരേ ഒരാളെ ഉള്ളൂ, അത് നമ്മൾ തന്നെയാണ്. ചിത്രകേതു മഹാരാജ് അതിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അമ്മയുടെ വാക്കുകൾ ഒരിക്കലും പാഴായി പോകാൻ പാടില്ല. ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും, പരീക്ഷിത് മഹാരാജിനെ നമുക്കിതിൽ കാണാൻ പറ്റും. പരീക്ഷിത് മഹാരാജ് ശ്രീമദ് ഭാഗവതം 1:19-14 കാണാൻ പറ്റും. തസ്യൈവ മേഘസ്യ പരാവരേഷു വ്യാസക്തചിത്തസ്യ ഗൃഹേഷു ഭീഷ്ണം നിർവേദമൂലോ ദ്വിജശാപരൂപോ യത്ര പ്രസക്തോ ഭയമാശുധത്തെ. പരീക്ഷിത് മഹാരാജിനെ ശൃംഗി ബ്രാഹ്മണ ഒന്ന് ശപിച്ചപ്പോ അദ്ദേഹം വന്നത് അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അക്സെപ്റ്റ് ചെയ്തത് കൊണ്ട് നമുക്ക് ഭാഗവതം കിട്ടി. അതാണ് പരീക്ഷിത് മഹാരാജ് സിംപ്ലി അക്സെപ്റ്റ് ഹിസ് മിസ്റ്റേക്ക്. അദ്ദേഹം അതിനെ ജസ്റ്റ് അദ്ദേഹം ചെയ്ത തെറ്റിനെ അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തത് കൊണ്ട് അദ്ദേഹത്തിന് എന്ത് കിട്ടി? ലിബറേഷൻ ഉണ്ടായി. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറിയ കാര്യം പോലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല. നമ്മൾ കാരണം ഉണ്ടായ ഒരു ചെറിയ തെറ്റിന് പോലും നമ്മൾ അതിനെ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കും. അതാ ശ്രീമദ് ഭാഗവതം 6:17 പറയുന്നുണ്ട്, The Lord is very kind and affectionate towards his devotee, and therefore a devotee in any condition is not subjected to the results of karma. ഭഗവാൻ വന്നിട്ട് ഭഗവാന്റെ ഭക്തന്മാരുടെ അടുത്ത് ഭയങ്കര അഫെക്ഷൻ ഉള്ള ആളാണ്. ആ അഫെക്ഷൻ ഉള്ള ആളായതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കാർമിക് റിയാക്ഷൻസ് എല്ലാം ഇല്ലാതാക്കി
എവിടെ കൊണ്ടുപോകണം? ഭഗവാന്റെ അബോർഡിലേക്ക് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഭഗവാൻ. ഫസ്റ്റ് വന്നിട്ട് നമ്മൾ വന്നിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ബ്രഹ്മസംഹിതയിലും പറയുന്നുണ്ട്, യസ്തന്ദ്ര ഗോപ മതവേന്ദ്ര മഹോത്സവ കർമ്മ. അതായത് ഇന്ദ്രഗോപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്മോൾ ഇൻസെക്ട്, ഒരു ചെറിയ ഒരു പ്രാണി, ഒരു ചുവന്ന കളറിലുള്ള ഒരു ചെറിയ പ്രാണി, അദ്ദേഹത്തിന്റെ കർമ്മം വെച്ചിട്ട് അദ്ദേഹത്തിന് എവിടെ എത്താൻ പറ്റും? യസ് ഇന്ദ്ര ഗോപം അഥവ ഇന്ദ്ര, ഇന്ദ്രന്റെ പദവിയിലേക്ക് എത്താൻ പറ്റും. യസ്തിന്ദ്ര ഗോപ മതവേന്ദ്ര മഹോത്സവ കർമ്മ, അദ്ദേഹം ചെയ്ത ഇത് വെച്ച് ബന്ധാനുരൂപം ഫലഭാചന മാതനോതി. നമ്മൾ ചെയ്ത കർമ്മങ്ങൾക്ക് നമുക്ക് വേണമെങ്കിൽ അതിനെ അനുഭവിക്കാം, അല്ലെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്യാം. കർമാണി നിർദഹതി കിന്തുച ഭക്തി ഭാജാം. ഒരാള് ഭക്തി ഇത് സേവനം ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാ കാർമിക് റിയാക്ഷൻസും ഇല്ലാതാവും. നമ്മളെ ഫോളോ ചെയ്യുന്ന 2-3 കുറച്ച് ആൾക്കാരുണ്ട്. ഒന്ന് നമ്മുടെ നിഴലുണ്ട്, നമ്മുടെ കാർമിക് റിയാക്ഷൻസ് ഉണ്ട്, പിന്നെ യമരാജ് നമ്മളെ എല്ലായ്പ്പോഴും ഫോളോ ചെയ്യുകയാണ്. ശ്രീമദ് ഭാഗവതം 6.142 പറയുന്ന 12 CADs നമ്മളെ ഫോളോ ചെയ്യുകയാണ്. ഇതെല്ലാവരും നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജഗന്നാഥ സ്വാമിയുടെ കണ്ണ് വന്നിട്ട് 360 ഡിഗ്രിയാണ്. അദ്ദേഹത്തിന് ഇതില്ല, പുരികം എന്ന് പറയുന്ന സംഭവമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കണ്ണിനെ അടയ്ക്കാനും വലിയ പാടാണ്. അദ്ദേഹത്തിന് കണ്ണ് അടയ്ക്കാൻ പറ്റില്ല. അദ്ദേഹം എപ്പോഴും കണ്ണ് തുറന്നാണ് ഇരിക്കുന്നത്. നമ്മൾ രഥയാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കാർമിക് റിയാക്ഷൻസ് എല്ലാം ഇതോടുകൂടി അവസാനിക്കണം, നമുക്ക് പ്രേമഭക്തി കിട്ടണം, ഭഗവാന്റെ സർവീസ് ഇനിയും നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ള ബോധത്തോടു കൂടി നമ്മളെ ഹൃദയത്തിലോട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മൾ വലിച്ചുകൊണ്ട് വരികയാണെങ്കിൽ വിത്തിൻ സെക്കൻഡ് കാർമിക് റിയാക്ഷൻസ് വിൽ ഡിസപ്പിയർ. അത് വളരെ എന്താണ്, അത് ശാസ്ത്രത്തിൽ പറയുന്നത് തന്നെയാണ്. ഭഗവാനെ കാണുന്നതോടുകൂടി, ആ കാണുന്ന മാത്രം പോരാ, കോൺസ്റ്റന്റ് റിമെമ്പറൻസ് ആൻഡ് കോൺസ്റ്റന്റ് അസോസിയേഷനിൽ ഇരിക്കുന്ന ഒരാള് ഈ ഒരു മാനസികാവസ്ഥയോട് കൂടി ഡിവോഷണൽ സർവീസ് ചെയ്യുകയാണെങ്കിൽ കാർമിക് റിയാക്ഷൻസ് ഇല്ലാതാവും. രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർമിക് റിയാക്ഷൻസ് എല്ലാം ഇല്ലാതാവണം, നമ്മുടെ ഇന്റർനെറ്റിംഗ് നോട്ട്സ് എല്ലാം പോകണം എങ്കിൽ ശ്രീമദ് ഭഗവത്ഗീതയിൽ പറഞ്ഞ പോലെ സർവധർമാൻ പരിത്യജ മാം ഏകം ശരണം വ്രജ അഹം ത്വാം സർവ പാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. എന്നെ ശരണം പ്രാപിക്കുക, എന്നെ മാത്രം ശരണം പ്രാപിക്കുക, അല്ലെ? എന്നെ മാത്രം, അതായത് എന്താണ്, എന്നെ മാത്രം, വേറെ ആരെയും ഇത് ചെയ്യാതെ എന്നെ മാത്രം ശരണം പ്രാപിക്കുക. അതിൽ നിന്നുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിന്നെ ഞാൻ എന്ത് ചെയ്യാം? അതിൽ നിന്നെല്ലാം മോക്ഷം തരാം എന്നാണ് പറയുന്നത്. സർവധർമാൻ, എല്ലാ ധർമ്മങ്ങളും ഫസ്റ്റ് നമ്മൾ ഉപേക്ഷിക്കണം. നമ്മുടേതായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ ധർമ്മങ്ങളും, നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ വെച്ചിരിക്കുന്ന എല്ലാ ധർമ്മങ്ങളും നമ്മൾ ഉപേക്ഷിക്കണം. നമ്മുടെ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിക്കണം. സർവധർമാൻ പരിത്യജ മാം ഏകം ശരണം വ്രജ, എന്നെ മാത്രം ശരണം പ്രാപിക്കും. അഹം ത്വാം സർവ പാപേഭ്യോ, അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ നിന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാക്കാം. മോക്ഷയിഷ്യാമി മാ ശുചഃ, അവസാനം നിനക്ക് മോക്ഷമുണ്ട്. ഭാഗവതം വളരെ വ്യക്തമായിട്ട്, ഭാഗവതവും ഭഗവത്ഗീതയും നമ്മളെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യം, കാർമിക് റിയാക്ഷൻസ് ഇല്ലാതാക്കി ഭഗവാന്റെ അടുത്തേക്ക്, ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുക എന്നുള്ളതാണ്. നമ്മൾ വീണ്ടും ഇന്റർനെറ്റിംഗ് നോട്ട്സ്, അതായത് ഈ കുരുക്കുകളിൽ പെട്ട് വീണ്ടും 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 ഇതിൽ കുരുങ്ങിക്കൊണ്ടിരുന്നതാണ്. നമ്മൾ ഈ ജന്മവും പോവില്ല, ഒരു 10 ജന്മം കഴിഞ്ഞാലും പോവില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോകണം. മഹാരാജ് മലയാളത്തിൽ ഒരു വേർഡ് പാറശാലയിൽ വന്ന സമയത്താണ് തോന്നുന്നത്, വി ഹാവ് ടു ഗോ, നമുക്ക് പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭർത്താവിനെ വിട്ട് പോകേണ്ടതുണ്ട്, ഭാര്യയെ ഉപേക്ഷിച്ച് പോകേണ്ടതുണ്ട്, സഹോദരങ്ങളെ ഉപേക്ഷിച്ച് പോകേണ്ടതുണ്ട്, അച്ഛൻ അമ്മ ഇവരെല്ലാരെയും ഉപേക്ഷിച്ച് പോകേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ഹൃദയഗ്രന്ഥി, ഈ ഹൃദയത്തിൽ അടിപ്പെട്ട് കിടക്കുന്ന ഈ കുരുക്കുകളിൽ നിന്നെല്ലാം മാറണം. ആ മാറിയാൽ മാത്രമേ നമുക്ക് ഡിവോഷണൽ സർവീസ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റൂ, ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റൂ. ജയ് ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം की, श्रील प्रभुपाद की, श्रील गुरुदेव की, निताई गौर हरि प्रेमान। हरे कृष्णा माता जी। Thank you, Prabhu. Hare Krishna. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കമന്റ്സോ ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്ററാക്ഷൻ ഉണ്ടെങ്കിൽ സംസാരിക്കാം.
हरे कृष्णा प्रभु जी, दंडवत प्रणाम। ഹരേ കൃഷ്ണ ഉമാ മാതാജി ദണ്ഡവത് പ്രണാം. പ്രഭു ജി, ഈ ഭക്തി എല്ലാ ടൈപ്പ് കർമ്മങ്ങളെയും നശിപ്പിക്കുമോ? എന്നുവെച്ചാൽ നമ്മളിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെയും നശിപ്പിക്കുമോ? തീർച്ചയായും മാതാജി. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള്, നമ്മൾ ചെയ്യുന്ന എല്ലാ സംഭവങ്ങളെയും, അതായത് കോൺസ്റ്റന്റ് റിമെമ്പറൻസിലാണ് നമ്മൾ ഭക്തി നല്ല രീതിയിൽ, അതായത് ഈ ഒരു കാർമിക് റിയാക്ഷൻസ് എല്ലാം നമ്മളിൽ നിന്ന് പോണം എന്നുള്ള രീതിയിലാണ് ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ അത് എല്ലാ ഇതിനെയും അവസാനിപ്പിക്കും. ആ കർമാണി നിർദഹതി, എന്നെ ദഹിപ്പിച്ചു കളയും. കർമാണി നിർദഹതി കിന്തുച ഭക്തി ബാജ ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. അതായത് മഹാരാജ് ഒരു കൃഷിക്കാരന്റെ സ്റ്റോറി പറയും. അതായത് ഒരു കൃഷിക്കാരൻ വന്നിട്ട് അദ്ദേഹത്തിന്റെ നല്ല സമയത്ത് മോശമായിട്ടുള്ള വിത്തുകൾ വിതച്ച് അദ്ദേഹം ആൾക്കാർക്ക് കൊടുത്ത സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് കാർമിക് റിയാക്ഷൻസ് ഉണ്ടായി. കാര്യം മോശമായിട്ടുള്ള വിത്താണ് അദ്ദേഹം കൊടുത്തത്. അപ്പൊ ഈ ആൾക്കാർക്ക് ഒരുപാട് മോശമായിട്ടുള്ള അനുഭവങ്ങളും രോഗങ്ങളും ഇതെല്ലാം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിനും അത് അഫക്ട് ചെയ്തു. അപ്പൊ ഇദ്ദേഹം ഇത് മനസ്സിലാക്കിയിട്ട് രണ്ടാമത് അദ്ദേഹം എന്ത് ചെയ്തു, കുറച്ച് പൈസ എടുത്ത് നല്ല വിത്തുകൾ വിതച്ച് ആൾക്കാർക്ക് കൊടുത്തു. പക്ഷേ അപ്പൊ ആൾക്കാർ സന്തുഷ്ടനായപ്പോ അദ്ദേഹത്തിന്റെ കുറച്ച് കർമ്മഫലം മാറി. പക്ഷേ ആദ്യത്തെ കർമ്മം അവിടെ കിടപ്പുണ്ട്. ആ കർമ്മത്തിനെ എങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും? ആ കർമ്മത്തിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വഴിയേ ഉള്ളൂ. അദ്ദേഹം വീണ്ടും ഇതുപോലെ ഇത് ചെയ്ത് ആൾക്കാർക്ക് കൊടുക്കാതെ അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് തന്നെ ഇതെല്ലാം നശിച്ചു പോകണം. ആ നശിച്ചു പോകുന്നതോടൊപ്പം അദ്ദേഹം അത് റിയലൈസ് ചെയ്യണം. ഞാൻ ചെയ്ത പാപത്തിന്റെ ഫലമാണ് ഈ കാണുന്നതെന്നുള്ള ആ ഒരു റിയലൈസേഷൻ എപ്പോഴാണോ വരുന്നത്, അപ്പോഴും മാത്രമേ നമ്മുടെ കാർമിക് റിയാക്ഷൻസ് എല്ലാം ഇതാവുള്ളൂ. നമ്മൾക്കിപ്പോ അറിയില്ല നമ്മളിപ്പോ എന്തുമാത്രം ബാഡ് കർമ്മ ചെയ്തിട്ടുണ്ടെന്നോ ഗുഡ് കർമ്മ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ല. അത് കൃഷ്ണന് മാത്രമേ അറിയാവൂ. അപ്പോ കൃഷ്ണന് ഇതെല്ലാം അറിയാമെന്നുള്ള ആ ഒരു ബോധത്തോട് കൂടി നമ്മൾ ഭക്തി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കർമാണി നിർദഹതി കിന്തുച ഭക്തി ബാജ, എല്ലാ റിയാക്ഷൻസും അവസാനം. ചിലപ്പം ബഹുനാം ജന്മനാമന്തേ, ചിലപ്പോ അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ജന്മം തന്നെ തീർന്നു പോകണതും. ഹരേ കൃഷ്ണ. എന്താന്ന് വെച്ചാൽ നമ്മൾ കാണുന്നുണ്ട് നല്ല ഭക്തന്മാർക്കൊക്കെ കുറെ ബാഡ് കർമ്മങ്ങൾ. എന്നാൽ ഇതിൽ തന്നെ ഉണ്ട് മാജി. ചിത്രകേതുവിനെ നോക്കിക്കഴിഞ്ഞാൽ ചിത്രകേതു മഹാരാജിനെ പാർവതി ദേവി ശപിക്കേണ്ട യാതൊരു കാര്യമില്ല. പക്ഷേ ചിത്രകേതു മഹാരാജിന്റെ അടുത്തും പരീക്ഷിത്ത് മഹാരാജിന്റെ അടുത്തും ഒക്കെ ഭഗവാൻ അത്രയ്ക്കും ആ ഒരു അഫെക്ഷൻ ഉള്ളത് കൊണ്ട് അവരുടെ കാർമിക് റിയാക്ഷൻസ് പെട്ടെന്ന് അവസാനിപ്പിച്ച് തിരിച്ചു കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം ഭഗവാനുണ്ട്. പക്ഷെ അത് ഡിവോട്ടി ആയ, അതായത് കോൺസ്റ്റന്റ് റിമെമ്പറൻസും കോൺസ്റ്റന്റ് അസോസിയേഷനും ഉള്ള ഒരാൾക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കൃഷ്ണൻ എന്നെ കൊണ്ടുപോകാനുള്ള പരിപാടിയാണെന്ന്. നമ്മളെ പോലുള്ളവർക്ക് അത് മനസ്സിലാവില്ല എന്നുള്ള കാര്യം അറിയില്ല. പക്ഷെ അത് മനസ്സിലാക്കി അത്രയും നല്ലത്. ദഹിപ്പിച്ച് കളഞ്ഞാൽ പോരെ. വൈ ഹി ഹാഡ് ടു അണ്ടർഗോ ദാറ്റ്? കൃഷ്ണൻ പല രീതിയിലാണ് ഭഗവാന്റെ ഭക്തന്മാരെ ഇത് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സന്യാസിമാരായിട്ടുള്ള ആൾക്കാര് അവർക്ക് ഇരുന്ന് ഇതുപോലെ പത്മാസനത്തിലോ അങ്ങനെയൊക്കെയുള്ള ഇരുന്ന് സമാധി ആവണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ പലരും അങ്ങനെ ആയിരിക്കില്ല പോകുന്നത്. നമ്മൾ തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജിന്റെ ഇതെടുത്തു കഴിഞ്ഞാൽ തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജ് ഒരു ആക്സിഡന്റിലാണ് പോയത്. അപ്പോ നമ്മുടെ കണ്ണില് അതൊരു ആക്സിഡന്റ് ആയിരുന്നു, ഭഗവാൻ എന്തിനാണ് ഇങ്ങനെ കാണിച്ചതെന്ന് തോന്നും. പക്ഷെ ഭഗവാനും ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാരും തമ്മിലുള്ള ഇന്ററാക്ഷൻ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ഏതെങ്കിലും ഒരു വിധേന, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് സമയം വേണമെങ്കിലും കൃഷ്ണൻ നമ്മളെ വന്നിട്ട് എടുത്തിട്ട് പോകും. നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ എവിടെ ഇരുന്നാലും ഭഗവാൻ വന്നിട്ട് നമ്മളെ ആത്മാവിനെ എടുത്തിട്ട് പോവാം. അത് ഏത് രീതി വേണമെന്ന് കൃഷ്ണനാണ് തീരുമാനിക്കുന്നത്. ഇപ്പൊ കർമാണി നിർദഹതി എന്ന് പറഞ്ഞാല് ഭഗവാൻ ചിലപ്പോൾ അങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ കാർമിക് റിയാക്ഷൻസ് എല്ലാം ഇല്ലാതാക്കുന്നത്. ശരി പ്രഭുജി, താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു, താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു പ്രിയപ്പെട്ട പ്രഭു, വളരെ നന്ദി. ജയ് ജഗന്നാഥപുരി കി ജയ്. പ്രഭുവിന്റെ അനുമതിയോടുകൂടി ഇന്ന് വന്നു ചേർന്ന ഭക്തന്മാർക്ക് ഞാൻ നല്ലൊരു ദർശന വിരുന്ന് ഒരുക്കാൻ ആഗ്രഹിക്കുന്നു. ജഗന്നാഥപുരി ഡാമില്
നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഭക്തന്മാരുടെ കൃപയാൽ ക്ഷണിക്കുന്നു. ഇതാണ് ഹരേ കൃഷ്ണ. 7-ാം തീയതി രഥയാത്രയാണ്, അറിയാലോ. അപ്പൊ ജയ് അവിടുത്തെ ജഗന്നാഥ്. ഒരുക്കങ്ങളാണ് നമ്മളിപ്പോ കാണുന്നത്. ദയവായി എല്ലാവരും ദർശനം എടുത്താലും. ജഗന്നാഥപുരി ഡാം, ഇത് ജഗന്നാഥപുരി ഡാമിലെ മെയിൻ എൻട്രൻസ് ആണ്. ക്യാമറ ഓഫ് ആയി പ്രഭു. ക്യാമറ ഓഫ് ആണോ? അല്ല കാണാമോ? കാണാം, അല്ല കാണാം ഓക്കെ കാണാം. ഓക്കെ 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 ഇപ്പൊ ഓക്കെ. ജഗന്നാഥപുരി ഡാമിന്റെ ഇപ്പോഴത്തെ ഇന്നത്തെ പിക്ചറാണിത്. വളരെ മനോഹരമായ തറയില് കോലങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം എഴുതി അതിശക്തമായ ഒരു ഒരുക്കങ്ങളാണ് ഭക്തന്മാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ജഗന്നാഥ മന്ദിറിലെ പ്രധാനപ്പെട്ട ഗോപുരം. ഈ ഗോപുരത്തില് പറക്കുന്ന ആ കൊടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാറ്റിന്റെ എതിർദിശയിലാണ് അത് സഞ്ചരിക്കുന്നത്. കാറ്റ് ഇവിടെ നോക്കുമ്പോൾ അറിയാം, ഇവിടുത്തെ കൊടി പുറകോട്ട് അങ്ങോട്ടാണെങ്കിൽ ഈ കൊടി ഇങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്. അത്ഭുതം എന്നല്ലാതെ എന്ത് പറയാം. കേൾക്കാമോ? കേൾക്കാൻ പറ്റും ബ്രോ. അപ്പോ ഈ കൊടിക്ക് മാത്രം പ്രത്യേകത, കാറ്റിന്റെ എതിർവശത്തായിരിക്കും സഞ്ചരിക്കുന്നത്. ഇങ്ങോട്ട് നോക്കുമ്പോൾ അറിയാം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അത് സഞ്ചരിക്കുന്നത്. ഇതാ ഇവിടെ ഭഗവാന്റെ ഗോപുരത്തിന് മുകളിൽ ഒരു പറവകളും സഞ്ചരിക്കത്തില്ല എന്നാണ്. പറവകൾ പോലും ഭഗവാന്റെ ഗോപുരത്തിന് മുകളിൽ സഞ്ചരിക്കില്ല. പിന്നെ ഒരു പ്രത്യേകത, ഈ ഒരു ക്ഷേത്രത്തിന് മാത്രം നിഴലില്ല, നിഴല് കാണത്തില്ല ഒരിടത്തും. സൂര്യൻ എവിടെ നിന്നാലും ക്ഷേത്രത്തിന് നിഴലില്ല. അതും അദ്ഭുതമായ കാര്യമാണ്. ധാമങ്ങൾ 4 ദ്വാരകാധാം, ബദ്രിനാഥ്, രാമേശ്വരം, പിന്നെ ജഗന്നാഥപുരി ധാം. ത്തില് ക്ഷേത്ര ദർശന വിഗ്രഹാരാധന ഇല്ല. എന്നാൽ ഉണ്ടെങ്കിൽ അത് ജഗന്നാഥപുരി ധാമിലെ വിഗ്രഹാരാധനയാണെന്നാ പറയുന്നത്. ഇതാ ഇപ്പൊ നമുക്ക് കാണാം അലങ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന 3 മനോഹരമായ രഥങ്ങൾ. മറ്റന്നാളാണ് രഥയാത്ര. രഥത്തിന്റെ പണിത ഇതുവരെയാണ് എത്തിയിട്ടുള്ളത്. ഓരോന്നും ഞാൻ അടുത്ത ഭക്തന്മാരോട് കാണിക്കാം. കാണാമോ? എല്ലാവരും കാണാമോ? കാണാം. എന്റെ ലൈഫില് ആദ്യമായിട്ടാണ് ഞാൻ ജഗന്നാഥപുരി ഡാമില് ഒരു ലൈവ് രഥയാത്രയ്ക്ക് വരുന്നത്. നമ്മൾ തിരുവനന്തപുരത്തില് ഭഗവാന്റെ കൃപ കൊണ്ട് 16 രഥയാത്ര പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള മഹാഭാഗ്യം ഭഗവാൻ തന്നു. പക്ഷെ ഒറിജിനൽ രഥയാത്ര കാണാനുള്ള ഭാഗ്യം ഭഗവാൻ അനുഗ്രഹിക്കുമെങ്കിൽ 2 ദിവസത്തിനകത്ത് സംഭവിക്കും. ഇത് ഒരു രഥം പണി ഒരുപാട് ഹരേകൃഷ്ണ ഡോട്ടീസ് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇഷ്ടം പോലെ ഹരേകൃഷ്ണ ഡോട്ടീസ്. ഇവിടെയുള്ള എല്ലാവർക്കും തിലകമുണ്ട്. ഹരേകൃഷ്ണ ഡോട്ടി ആയാലും അല്ലെങ്കിലൊക്കെ തിലകം എല്ലാവർക്കും ഉണ്ട്. നാച്ചുറലി അവരെല്ലാം ഭക്തന്മാരാണ്. ഏറ്റവും വലിയ സന്തോഷ വാർത്ത, ഇവിടുന്ന് വലിയ വലിയ ഭക്തന്മാരിൽ നിന്ന് ഞാൻ സംഭാഷണം ചെയ്തപ്പോൾ എനിക്ക് അറിയാൻ കഴിഞ്ഞത്, ജഗന്നാഥ രഥോത്സവം ആരാണോ ദർശനം ചെയ്യുന്നത്, ആരാണോ ആ രഥയാത്രയിൽ പങ്കെടുക്കുന്നത്, ആരാണോ ഭഗവാന്റെ ആ രഥത്തിന്റെ വടത്തിലൊന്ന് തൊടുന്നത്, അവർക്ക് പുനർജന്മമില്ല എന്നാണ് പറയപ്പെടുന്നത്. അത് പറയുന്നത് സ്കന്ദപുരാണത്തിലാണ്. ഇത് ഒരു രഥം പണി നടക്കുന്നു. ഇത് മറ്റൊരു 2 രഥങ്ങളാണ്. ഒരുപാട് ഭക്തന്മാര് വന്ന് നാളെ മറ്റന്നാളെ കൊണ്ടിവിടെ മൊത്തം നിറയും. ഏകദേശം 10 ലക്ഷം ഡിവോട്ടീസാണ് ഈ പുരി ജഗന്നാഥ രഥോത്സവത്തിന് ഓരോ വർഷവും വന്നു പോകുന്നത്. 10 ലക്ഷം ആൾക്കാരെ താങ്ങാൻ പറ്റുന്ന പാകത്തിൽ ഇവിടെ ഗവൺമെന്റ് വിവിധ രീതിയിലുള്ള വെൽഫെയർ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ രഥത്തിന്റെ മുകൾ ഭാഗമൊക്കെ കാണാൻ മനോഹരമാണ്. ഒരുപാട് ഡോട്ടീസ് അതിന്റെ അകത്ത് ഇപ്പൊ തന്നെ ഉണ്ട്. നാളെ ഈ ഏരിയയിലൊന്നും അടുക്കാൻ പറ്റില്ലെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഭാഗ്യവശാൽ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ഒരുപാട് ഡോട്ടീസ് റെഗുലറായിട്ട് 5ഉം 10ഉം രഥയാത്രയിൽ റെഗുലറായിട്ട് പങ്കെടുത്ത ഭക്തന്മാർ അവിടെയുണ്ട്. കാണാമോ? എല്ലാവർക്കും കാണാം പ്രഭു, കാണാമോ? കാണാം. ഇനി രഥത്തിന് പ്രഭു, ആ കൊടിമരം ഒന്ന് കാണിക്കാൻ പറ്റുമോ? എന്താ? വളരെ പ്രശസ്തി ആർജിച്ച ഒരു കൊടിമരം അവിടെയുണ്ട്. ആ കൊടിമരം 10 വർഷം കൂടുമ്പോഴാണ് അത് മാറ്റി വേറെ പ്രതിഷ്ഠിക്കുന്നത്. അപ്പോൾ ആ ചെയ്യുന്ന ആളിന്റെ പരമപുണ്യം കൊണ്ട് ആ ആളും ഈ ഭൂമി വിട്ടു പോകും എന്നുള്ളതാണ് ഒരു അറിവുള്ളത്. ആ കൊടിമരം ഒന്ന് ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും കാണുക. മാഡം, അത് കൊടിമരം അല്ല. അതായത് ഭഗവാന്റെ തന്നെ ദാരുബ്രഹ്മ രൂപത്തിലുള്ള ഒറിജിനൽ ഭഗവാനെ തന്നെയാണ് 19 വർഷത്തിനകത്ത് എപ്പോഴെങ്കിലും മാറ്റേണ്ടതുള്ളൂ. അപ്പൊ അതിനെക്കുറിച്ച് 10 വർഷം ഒരു നല്ലൊരു ക്ലാസ് നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം, ഭഗവാൻ അനുഗ്രഹിക്കാം. ഇത് കുതിരകളാണ്.
രഥം വലിക്കേണ്ട കുതിരകൾ. ഇതാ ഇത്രയും സ്ഥലമാണ് ഉള്ളത്. ഈ നിറച്ച് ഇതേപോലെ ഒരു 3 കിലോമീറ്റർ ഇവിടുന്ന് നേരെ നടക്കുകയാണെങ്കിൽ ഗുണ്ടിക മന്ദിരം എന്ന് പറഞ്ഞൊരു മന്ദിരമുണ്ട്. ആ മന്ദിരം വരെയുള്ള 3 കിലോമീറ്റർ ആണ് രഥയാത്ര നടക്കുന്നത്. ഇതിന്റെ പോകുന്ന ഭാഗത്ത് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമിയുടെ വീടുണ്ട്. സാധാരണ എല്ലാ പ്രാവശ്യവും ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി ടാഗോറിന്റെ അവിടെ എത്തുമ്പോൾ രഥം അല്പം കുറച്ചു നേരം നിന്നിട്ടേ പോകാറുള്ളൂ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാണാമോ? കാണാം. അപ്പോ ഇങ്ങനെ ഒരുപാട് ഭക്തന്മാരുടെ പാദസ്പർശനം പതിഞ്ഞ ഭൂമിയാണ് ഈ മനോഹരമായ ജഗന്നാഥപുരി ധാം. ചൈതന്യ മഹാപ്രഭു ഒരുപാട് വർഷങ്ങൾ ഈ മനോഹരമായ ഭൂമിയിൽ അദ്ദേഹത്തിന്റെ പാദം വച്ച് നടന്നിട്ടുണ്ട്. ഒരുപാട് മഠങ്ങളും ഒരുപാട് ആരാധനാലയങ്ങളും ഒരുപാട് ഗൗഡീയ വൈഷ്ണവ പരമ്പരയിലുള്ള മഠങ്ങളും ഗൗഡീയ മഠങ്ങളും ഒക്കെ ഇവിടെ വളരെ ആക്റ്റീവായിട്ട് ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നു, പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടങ്ങളിലൊക്കെ ഒന്ന് വരാൻ ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും ഭഗവാൻ തരട്ടെ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഇന്നത്തേക്ക് നമുക്ക് ഹരേ കൃഷ്ണ കഥാമൃ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ താങ്ക്സ് പ്രഭു. ഇന്ന് ക്ലാസ്സിൽ വന്നത് ഭയങ്കര ഭാഗ്യമായിട്ട് കരുതുന്നു പ്രഭു. ജഗന്നാഥ ഡയറക്റ്റ് അവിടെ വരാൻ പറ്റിയ നമുക്ക്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. സന്തോഷം. നിങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്, ഞാൻ ആദ്യമായിട്ടാ പോകുന്നത്. ഹരേ കൃഷ്ണ പ്രഭു. ഈ പ്രാവശ്യം രഥയാത്ര നമ്മൾ എല്ലാ പ്രാവശ്യവും രഥയാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഉച്ചയ്ക്ക് 12, 1 മണി, 2 മണി സമയത്താണ്. ഈ പ്രാവശ്യം രാത്രിയാണെന്ന് പറയുന്നത് കേട്ടു. ശരിയാണോ പ്രഭു? ഒരു ഐഡിയ ഇല്ല പ്രഭു. ഞാൻ എന്തായാലും ഞാൻ കേട്ടു. 24 മണിക്കൂർ റെഡി ആയിട്ടുണ്ട് ഞാൻ. ഈ പ്രാവശ്യം രഥം മൂവ് ചെയ്ത് തുടങ്ങുന്നത് രാത്രിയാണ് മൂവ് ചെയ്ത് തുടങ്ങുന്നത് കേട്ടു. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ നടക്കുന്നത്. ഞാൻ കണ്ടതാണ്, അറിയില്ല. ക്ലാരിറ്റി ആണ്. ശേഷം രഥം എടുക്കത്തില്ല. രഥം എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ ഭഗവാൻ സ്റ്റേ ചെയ്യുന്നതാണ് അറിഞ്ഞത്. അങ്ങനെയാണ്. 6 മണിക്ക് ശേഷം പിന്നെ രഥയാത്ര ഇല്ല. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ഉള്ളതാണ് അറിവ്. അതെ, അങ്ങനെയായിരുന്നു. പ്രഭു നോക്കണേ. ഇപ്രാവശ്യം എന്തൊക്കെയോ പുതിയ ഇൻസിഡൻസ് ഉണ്ടെന്നാണ് ജഗന്നാഥപുരിന്ന് കിട്ടിയ ഇൻഫർമേഷൻ. അല്ല, ജഗന്നാഥൻ അങ്ങനെയാണ് പ്രഭു. ജഗന്നാഥൻ റൂൾസ് ഒക്കെ ജഗന്നാഥൻ മാറ്റിക്കളയും പെട്ടെന്നൊക്കെ. ആണാണ്. ഞാൻ 2-3 ദിവസം മുമ്പേ ഇവിടെ വരാൻ ഉദ്ദേശം കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഭഗവാന്റെ ദർശനം എടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഭഗവാൻ എന്നെ ശരിക്കും നിരാശപ്പെടുത്തി എന്ന് തന്നെ പറയണം. കാരണം ഒരു 10 ദിവസം മുമ്പ് തന്നെ സ്നാനയാത്ര കഴിഞ്ഞ് ഭഗവാൻ റെസ്റ്റിലാണ്, ദർശനം ഇല്ല. ഇനി 7-ാം തീയതി രഥത്തിലെ ഭഗവാൻ ആഗതനാകത്തുള്ളൂ. അപ്പൊ അത്രയും ദിവസം ഒറിജിനൽ ജഗന്നാഥനെ എനിക്ക് കാണാനുള്ള എന്റെ പ്ലാൻ ഭഗവാൻ നടത്തി തന്നില്ല. അതിനർത്ഥം ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊണ്ടോ നമ്മൾ ഓടി ഇവിടെ എത്തിയത് കൊണ്ടോ ജഗന്നാഥ് നമുക്ക് ദർശനം തരണമെന്നില്ല. ജഗന്നാഥ് ആർക്ക് ദർശനം കൊടുക്കണമെന്ന് ഭഗവാൻ വിചാരിക്കുന്നോ അവർക്ക് മാത്രമേ ഭഗവാന്റെ ദർശനം കിട്ടൂ. അത് എന്റെ ഈ യാത്രയോടുകൂടി ഞാൻ പഠിച്ച പാഠമാണ്. ഭയങ്കര ഭാഗ്യവാനാണ് പ്രഭുവിന് അവിടെ നിൽക്കാൻ തന്നെ പറ്റിയില്ലേ. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. നിങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് പ്രഭു. എനിക്കിന്നാണ് ആ ഭാഗ്യം ഭഗവാൻ തന്നത്. നന്ദി പ്രഭുജി. വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ജഗന്നാഥപുരിയുടെ രഥം കണ്ടപ്പോഴാണ് ഒരു സമാധാനമായ പ്രഭു. കാരണം നമ്മളുടെ രഥയാത്രയ്ക്ക് ലാസ്റ്റ് മൊമെന്റ് വരെ അല്ലേ നിന്ന് ചെയ്യുന്നേ, രഥം ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ അവിടെ കണ്ടപ്പോ വിചാരിച്ചു ഭഗവാന്റെ ലീലയാന്ന് തോന്നുന്നു. അത് ലാസ്റ്റ് മൊമെന്റ് നിങ്ങൾ റെഡിയാക്കി എടുത്താൽ മതിയെന്നാന്ന് തോന്നുന്നു അല്ലേ പ്രഭു? കാര്യം അടുത്ത ദിവസത്തെ ഇത്രയും വലിയ 3 രഥവും ഇങ്ങനെ ഓൺഗോയിങ് അല്ലേ നടക്കുന്നുള്ളൂ പ്രഭു. വർക്ക് നടന്നുകൊണ്ടിരിക്കുവല്ലേ. നമ്മളിവിടെ ഇങ്ങനെ തലേ ദിവസം നൈറ്റ് അല്ലേ പ്രഭു നമ്മളും ഇവിടെ എല്ലാം റെഡിയാക്കി എടുക്കുന്നത്. അപ്പൊ അത് കണ്ടപ്പോ തോന്നി ഭഗവാന്റെ ലീല ആയിരിക്കും അത്. എല്ലാ സ്ഥലത്തും ഭഗവാൻ അങ്ങനെയാണെന്ന് തോന്നുന്നു. അവസാന നിമിഷം ആയിരിക്കും ഭഗവാൻ മൊത്തം സേവയെ ഒരുമിച്ച് സ്വീകരിക്കുന്നത്. അതുവരെ പതുക്കെ ആയിരിക്കും പോകുന്നത് ഒരു പക്ഷെ. എന്നാൽ ഇവരെല്ലാം അത് ഫുൾ സിംഗിലാണ്. 24 മണിക്കൂറും എന്തൊക്കെ സർവീസുകൾ ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും പുതിയ പുതിയ രഥമാണ്. നമ്മളെ പോലെ ഒരേ രഥം എല്ലാ വർഷവും ഓടിക്കുന്നവരല്ല. അല്ല ബ്രോ, രഥം സ്റ്റാർട്ട് ചെയ്യുന്നത് അക്ഷയ തൃതീയ അന്നാണ്. പുതിയ രഥം സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 രഥം പണി തുടങ്ങുന്നത്. അക്ഷയ തൃതീയ എന്ന് പറഞ്ഞാൽ ഏപ്രിലാണ്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ഈ ഒരു 4 മാസം കൊണ്ട് അവർക്ക് ഈ ഫുൾ 3 രഥം പണിയണം, ഫുൾ ഫ്രഷ് ആയിട്ട്. ഭയങ്കര ഒരു അത്ഭുതമാണത്. അതെ. ഭഗവാൻ കരുണാമയനാണ്. എല്ലാവർക്കും സർവീസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ രഥം പണി നടക്കുമ്പോൾ തന്നെ അവരുടെ കോൺഷ്യസ്നെസ്സിൽ എത്ര കാലം കൊണ്ട് ഭഗവാനെ കുറിച്ചുള്ള ചിന്തകളോട് കൂടിയാണ് ഈ രഥ രൂപകൽപ്പനയിൽ പങ്കെടുക്കുന്നത്. എന്തുമാത്രം ആൾക്കാർ ഇതിന്റെ പുറകെ സേവ ചെയ്യുന്നു. അവരുടെയൊക്കെ മനസ്സിൽ
ജഗന്നാഥ രഥയാത്ര, ജഗന്നാഥ് എന്നുള്ള ഒരു ഭാവമാണ്. അപ്പൊ കോൺഷ്യസ്നെസ്സിൽ ഭഗവാൻ കൃഷ്ണൻ എപ്പോഴും വരാൻ വേണ്ടി ആയിരിക്കും എല്ലാ വർഷവും രഥം ഉണ്ടാക്കുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇത്രയും വലിയൊരു രഥം ഇത്രയും നന്നായി ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഒറ്റ വർഷം കഴിഞ്ഞാൽ ഇത് മാറ്റിയിട്ട് അടുത്ത രഥം ഒന്നേന്ന് പണി തുടങ്ങുമെന്ന് പറയുമ്പോൾ അതെന്തിനാ, അത് ഒരേ രഥം തന്നെ അടുത്ത വർഷം ഉപയോഗിച്ചൂടെ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഭഗവാൻ കൃപാലുവാണ്. ഇനിയും ഒരുപാട് പേർക്ക് ആ സേവ ചെയ്യാനുള്ള അവസരം ഭഗവാൻ കൊടുക്കാനായിരിക്കും വീണ്ടും വീണ്ടും പുതിയ പുതിയ രഥം ഭഗവാൻ ആഗ്രഹിക്കുന്നു തോന്നുന്നു. മാത്രമല്ല നവം എന്നല്ലേ, എല്ലാം ഭഗവാന് പുതിയതായിരിക്കും. ഒന്നും രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം ഒന്നും നമ്മളെ പോലെ ഭഗവാൻ ഉപയോഗിക്കില്ല. രാധാറാണി ഒരു പ്രാവശ്യം ഉണ്ടാക്കിയ പ്രസാദം വീണ്ടും ഉണ്ടാക്കിയിട്ടേ ഇല്ല എന്നാ പറയുന്നത്. പിന്നെ ഉണ്ടാക്കുന്നത് പുതിയ വെറൈറ്റി ആയിരിക്കും എന്നാ പറയുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ എന്തിനാ പഴയ രഥം, പുതിയത് തന്നെ ഇരിക്കട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നാളെ ലൈവ് പ്രതീക്ഷിക്കുന്നു. അതെ 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 അതെ, അങ്ങനെയുള്ള ഭാഗ്യം ഭഗവാൻ തരട്ടെ. ഓക്കെ, ശരി. ഹരേ കൃഷ്ണ. താങ്ക് യു. പ്രണാം. Thank you so much for the live. എന്താ ബ്രോ, എന്താ മാതി? Thank you so much. ഈ ലൈവായിട്ട് കാണിക്കുന്നതിനെ പോകാനോ പറ്റിയിട്ടില്ല. എനിക്ക് നിങ്ങൾ കാണാനുള്ള ഭാഗ്യെങ്കിലും കിട്ടിയല്ലോ ഭഗവാന്റെ കാരുണ്യം കൊണ്ട്. ഹരേ കൃഷ്ണ. എനിക്കും കൂടെ ചേർത്ത് നന്ദി നന്ദി. താങ്ക് യു ഐശ്വര്യ. ഭഗവാന്റെ കൃപയാൽ ഇന്നത്തെ ക്ലോസ് ചെയ്താൽ. ഹരേ കൃഷ്ണ. താങ്ക് യു.